എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ നേതൃത്വം നൽകുന്ന ആദ്യ തെരഞ്ഞെടുപ്പും കോടിയേരി ബാലകൃഷ്ണനില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പുമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇടതുമുന്നണിക്ക് വളരെ അനുകൂല സാഹചര്യമാണ് ഇപ്പോഴെന്നാണ് എം.വി. ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന ഭയമാണ് 2019 UDFിലേക്ക് വോട്ടൊഴുക്കിയത്. കോൺഗ്രസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അന്ന് വോട്ടർമാർ ചിന്തിച്ചത്. പക്ഷേ ആ പ്രതീക്ഷ തകിടം മറിക്കുന്ന നിലപാടാണ് പിന്നീട് കോൺഗ്രസിൽ നിന്നുണ്ടായത്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ അതിർവരമ്പില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മൃദു ഹിന്ദുത്വമല്ല, പച്ചയായ ഹിന്ദുത്വ അജണ്ട തന്നെയാണ് കോൺഗ്രസും പിന്തുടരുന്നത്. മധ്യപ്രദേശിൽ കമൽനാഥൊക്കെ പ്രയോഗിക്കുന്നത് മറയില്ലാത്ത വർഗീയതയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി നിന്ന ഏറ്റവും വലിയ ഘടകം കേരളത്തിലെ ബി.ജെ.പി. വിരുദ്ധതയാണ്. ഇടതുമുന്നണി ഉൾപ്പെടെ നടത്തിയ പ്രചാരണം അതിന് വഴിയൊരുക്കി. അതിൻ്റെ ഗുണം കിട്ടിയതോ കോൺഗ്രസ്സിന് ആണെന്ന് മാത്രം. കോൺഗ്രസ് അല്ല, ഇടതുപക്ഷമാണ് നിലപാടുള്ളവരെന്ന തിരിച്ചറിവ് അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് വന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ ഇത്തവണ ഇടതുമുന്നണിക്ക് വലിയ തോതിൽ ലഭിക്കും. RSSനും ബി.ജെ.പിക്കുമെതിരെ ഇടതുമുന്നണി ഉയർത്തുന്ന വിശാല കാഴ്ചപ്പാടിന് ലഭിക്കുന്ന സ്വീകാര്യത ആണിത്. വെല്ലുവിളികൾ നേരിടുന്ന ന്യൂനപക്ഷമാണ് ഇടതുപക്ഷ ബദലിനെ കൃത്യമായി കാണുന്നതും മനസ്സിലാക്കുന്നതും. പൗരത്വ ഭേദഗതിയിൽ പോലും കൃത്യമായ നിലപാട് അവതരിപ്പിക്കാൻ സാധിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള ക്ഷണം CPM കൃത്യമായി നിരസിച്ചു. കോൺഗ്രസ് നിലപാടെടുക്കാൻ സമയമെടുത്തു. കോൺഗ്രസിൻ്റെ പല നേതാക്കളും ബി.ജെ.പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് മാത്രമേ നിലപാടുള്ളൂ. സംഘപരിവാറിനെ ചെറുക്കാനുള്ള ശേഷിയോ ഭാവനയോ കോൺഗ്രസിനില്ല. അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ ബി.ജെ.പിക്കെതിരെ അങ്ങനെ ഒരു പാർട്ടി ഇല്ലെന്ന് തന്നെ പറയാം. കോൺഗ്രസും ബി.ജെ.പി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് തീർത്തും ദുർബലമാണ്. തമിഴ്നാട്ടിലൊക്കെ ഉള്ളതുപോലെ പ്രാദേശിക പാർട്ടികൾക്ക് മാത്രമാണ് ശരിക്കും സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള ആർജവമുള്ളത്. രാഹുൽ ഗാന്ധി കേരളത്തിലാണോ മത്സരിക്കേണ്ടത്? കേരളത്തിൽ ബി.ജെ.പി പ്രധാന ശക്തിയല്ല. ഇന്ത്യ മുന്നണിയുടെ വിശാല കേന്ദ്രങ്ങളിലൊന്ന് കേരളമാണ്. ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട ചുമതലയുള്ള കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കേരളത്തിലാണോ മത്സരിക്കേണ്ടത്? കോൺഗ്രസിന് അവരെക്കുറിച്ച് തന്നെ ആത്മവിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ലീഗിൻ്റെ കരുത്ത് കണ്ടിട്ടാണ്. ഇന്ത്യ മുന്നണിയിലൂടെ ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി എടുക്കണം. അവിടെയെല്ലാം ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ ചിഹ്ന ഭിന്നമാകാതെ നോക്കണം. ഏത് പാർട്ടിക്കാണ് പ്രാദേശിക തലത്തിൽ ശക്തിയെന്ന് നോക്കണം. അല്ലെങ്കിൽ അപകടകരമായ സ്ഥിതി ഉണ്ടാകും. ബി.ജെ.പിയുടെ കയ്യിൽ കോടിക്കണക്കിന് പണമുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് കോടി രൂപയാണ് കിട്ടിയത്. ഈ പണം ഉപയോഗിച്ചാണ് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 63% വോട്ടുകളും ബി.ജെ.പിക്കെതിരായിരുന്നു. ഈ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ നോക്കിയാൽ നേട്ടമുണ്ടാകും. രാജ്യത്തെ ശിഥിലമാക്കുന്ന ബി.ജെ.പിയെ ഭരണത്തിൽ നിന്നിറക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് സാർവദേശിക തലം മുതൽ പ്രാദേശിക തലം വരെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തപ്പെടും. തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബി.ജെ.പിയെ പരാജയപ്പെടുത്തുന്നതിനാണ് വോട്ടുകൾ ഏകീകരിക്കപ്പെടുക എന്നുമാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞത്.